ഹായ് നമസ്കാരം. എയിം സ്റ്റഡീസ് സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം HSAയുടെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. എക്സാം ഒക്ടോബർ മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ വരുന്ന 29-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അല്ലേ. ആരെങ്കിലും അയക്കാത്തവരുണ്ടെങ്കിൽ മറക്കല്ലേ, അയക്കുക. കാരണം കുറേ വർഷത്തിന് ശേഷമുള്ള പരീക്ഷയാണ്. അപ്പോൾ ഇനിയൊരു അവസരം അല്ലേ, ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ ഒരു അവസരം ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അയക്കാൻ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ 2 ദിവസമേ ഉള്ളൂ. ഇനി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക കേട്ടോ. അതുപോലെ തന്നെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അപ്പോൾ നമ്മുടെ എയിം സ്റ്റഡീസ് സെൻ്ററിൽ HSAയുടെ ബാച്ചുകൾ ഇങ്ങനെ ആരംഭിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നോട്ടിഫിക്കേഷൻ മുമ്പ് തന്നെ ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ HSAയുടെ നമ്മളുടെ 6ാമത്തെ ബാച്ച് ധീര ബാച്ച് എയിം സ്റ്റഡീസ് സെൻ്ററിൽ ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 5 ബാച്ചും ഓൾറെഡി ഫുള്ളാണ്. കാരണം നമുക്കിങ്ങനെ കുറച്ച് പേരെ നമുക്ക് മാത്രമേ അക്കോമഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഓരോ ബാച്ച് ആരംഭിക്കുമ്പോഴും ഫസ്റ്റ് തൊട്ട് ഇങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇടയിൽ വെച്ച് നമുക്ക് കുറച്ച് പേര് കയറ്റുമ്പോൾ അവർക്ക് പിന്നെ ഇടയിൽ വെച്ചാണ് ക്ലാസ്സുകൾ ലഭിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആകുമ്പോൾ ആ ബാച്ച് എന്ത് ചെയ്യും, അവിടെ ക്ലോസ് ചെയ്യും. പിന്നെ വീണ്ടും അടുത്ത ബാച്ച്, ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടാണ് ഈ ബാച്ചുകൾ ഇങ്ങനെ ആരംഭിച്ച് വരിക. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ കുറേ അഡ്മിഷൻസിന് വരുമ്പോൾ നമ്മൾ ആ ബാച്ച് അങ്ങനെ ക്ലോസ് ചെയ്യും. പിന്നെ അടുത്ത ബാച്ച് ഇങ്ങനെ ആരംഭിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി ആരംഭിക്കുന്നു. അപ്പോൾ ഈ ബാച്ച് ഇപ്പോൾ ഞാൻ ആരോടാണെങ്കിലും പറയുകയാണ്, ഈ ബാച്ച് ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ ഇപ്പോൾ പലവരും ബാച്ച് HSAയുടെ ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഈ ബാച്ച് ഇപ്പോൾ ആരംഭിക്കും നിങ്ങളിപ്പോൾ HSA നാച്ചുറൽ സയൻസ് ആണെങ്കിലും സോഷ്യൽ സയൻസ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും നാച്ചുറൽ സയൻസ് ആണെങ്കിലും എല്ലായിട്ടും കോഴ്സുകൾ പലവിടെയും ആരംഭിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്താലും ഈ ബാച്ചുകളുടെ പ്രത്യേകത അറിയണം. കാരണം പരീക്ഷയുടെ രീതികളൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ LP-UP എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ പരീക്ഷ എങ്ങനെയാണ് നിങ്ങൾക്ക് നല്ലോണം അറിയാം അല്ലേ. അത്രയും നമ്മൾ വിചാരിച്ച രീതിയിലൊന്നും അല്ല പരീക്ഷ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസും ചോദ്യങ്ങൾ വന്ന രീതികളൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയല്ല. അപ്പോൾ HSAയുടെ കാര്യം നിങ്ങൾ എടുത്തു നോക്കിയേ. കഴിഞ്ഞ വർഷങ്ങൾ ചോദിച്ച രീതി ആയിരുന്നു LP-UP അല്ല. അപ്പോൾ HSA പറയുമ്പോൾ NCERTയും ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ അതൊക്കെ മേലെയുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. അത് മുന്നിൽ കണ്ട് തന്നെ പഠിക്കണം നിങ്ങൾ. ഇനിയിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ അടുക്കുമ്പോൾ ഒരു 2-3 മാസം അത് കണ്ട് പഠിച്ചാൽ മതി, അപ്പം പഠിച്ചാൽ മാത്രമേ എനിക്ക് ഓർമ്മ നിൽക്കുള്ളൂ കിട്ടും എന്ന് വിചാരിച്ചാൽ ഉറപ്പ് ഞാൻ പറയാണ്, പരീക്ഷ കിട്ടില്ല. ഇപ്പോഴേ നമ്മൾ വൈകിക്കഴിഞ്ഞു. ഇനിയും വൈകിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും HSA നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് B.Ed പഠിച്ചിട്ടും കേട്ടിട്ട് 3 എഴുതിയെടുത്തിട്ടും വേണ്ടി ഇപ്പം ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾക്ക് ഈ കുറേ വർഷത്തിന് ശേഷമാണ് ഈ ഫിസിക്കൽ സയൻസും HSA സോഷ്യൽ നാച്ചുറൽ സയൻസ് ഒക്കെ വന്നിരിക്കുന്നത്. എന്നിട്ടും ഇനിയും എഴുതിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇനിയൊരു പരീക്ഷയ്ക്ക് എഴുതിയെടുക്കാൻ സാധിക്കില്ല എന്ന് മുന്നിൽ കണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു HSA ക്രാക്ക് ചെയ്യാൻ പഠിക്കുക. അതിനുവേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുക. ഇനിയുള്ള ദിവസം എയിം സ്റ്റഡീസ് സെൻ്ററിൽ HSAയുടെ എല്ലാ കോഴ്സുകളും നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്സ്, മലയാളം, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസിൻ്റെ ഈ വരുന്ന മാർച്ചോടുകൂടി സോഷ്യൽ സയൻസിൻ്റെ എന്തായാലും സോഷ്യൽ സയൻസ് വിളിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ കേട്ടിട്ട് എഴുതിയവർക്കും കൂടി ഒരു അവസരമാണ് സോഷ്യൽ സയൻസിൻ്റെ കേട്ടോ. അപ്പോൾ HSA നിങ്ങൾക്കിപ്പോൾ നമ്മൾ എയിം സ്റ്റഡീസ് സെൻ്ററിൽ കോഴ്സുകൾ തരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിപ്പോൾ കോഴ്സുകളൊക്കെ ഒരു പ്രത്യേകത ഇല്ലാതെ വെറുതെ കോഴ്സുകൾ പഠിച്ചിട്ട് കാര്യമുണ്ടോ? നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തായാലും ഒരു സ്റ്റഡി പ്ലാൻ വേണം. പിന്നെ ഒരു സെൻറ്ററുടെ സഹായത്തോടെ അവരൊരു പുഷും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റഡി പ്ലാനും കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഒരു ടീച്ചർ എത്ര നല്ല ടീച്ചർ നന്നായി പഠിപ്പിച്ചാലും നിങ്ങൾ നന്നായി ഒരു സ്റ്റുഡൻ്റ് അത് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 2 പേരും ഒരു നല്ല വേവ് ലെങ്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഒന്നിച്ച് പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എത്ര നന്നായി പഠിപ്പിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അവിടെ കയറി വരും അല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നല്ല രീതിയിൽ പുഷ് ഉണ്ടാവും. നിങ്ങളും അവിടെ പഠിക്കാൻ തയ്യാറാവണം. എങ്കിൽ എന്താവും, HSA നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തായാലും അത് ഉറപ്പായിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കഴിഞ്ഞ LP-UP സമയത്ത് നമ്മുടെ ക്ലാസ്സുകൾ നോക്കിയാൽ മാത്രം മതി. അത്രത്തോളം ക്ലാസ്സുകൾ ഞാൻ തന്നിട്ടുണ്ട്. കാരണം രാത്രി 2 മണിക്കും 5 മണിക്കൊക്കെയാണ് ലൈവ് തന്നിരിക്കുന്നത് അല്ലേ. ഒരു
ദിവസം 6ഉം 7ഉം 8ഉം ലൈവുകളൊക്കെ തന്നിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് കഴിഞ്ഞ LP-UP 1000-ൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡി സെൻറ്ററിൽ മെയിൻ ലിസ്റ്റിൽ പെട്ടത്. വിത്ത് ഫോട്ടോ സഹിതം രജിസ്റ്റേർഡ് നമ്പർ സഹിതം നമ്മൾ ഇന്ന് അടുത്ത ദിവസങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതെനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ആ എയിം സ്റ്റഡി സെൻറ്ററിൽ മുന്നിൽ നിർത്തിയല്ല, ഞാൻ മുന്നിൽ നിന്ന് പറയുകയാണ്, നിങ്ങളുടെ കൂടെ ഇനി മുതൽ എന്തുണ്ടാവും? ഞാൻ ഉണ്ടാവും. ക്ലാസ്സുകളുമായിട്ട് യൂട്യൂബിലായിക്കോട്ടെ, നിങ്ങളുടെ മെൻറ്ററായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഫുൾ ക്ലാസ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ മുന്നിൽ HSA വരെ ക്ലാസ്സുകളുമായിട്ട് ഉണ്ടാവും. നമ്മളുടെ ഫീച്ചേഴ്സും കൂടി അറിയണം. പഠിക്കുമ്പോൾ വെറുതെ ക്ലാസ്സുകൾ തരുന്നു, നിങ്ങൾക്ക് സ്വന്തമായി പഠിക്കാൻ ആർക്കും കഴിയും അല്ലേ? ഇപ്പോൾ വെറുതെ ക്ലാസ്സുകൾ തരുന്നു, കുറേ ക്ലാസ്സുകൾ അങ്ങോട്ട് ഇട്ട് തന്നൊരു കാര്യമുണ്ടോ? ഇല്ല. എന്ത് വേണം? സ്റ്റഡി പ്ലാൻ വേണം അല്ലേ? സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാൻ, ഡെയിലി പഠിക്കാൻ ടൈം ടേബിൾ തരും. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാമിൻ്റെ എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട്. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകൾ, അതിൻ്റെ എല്ലാം PDF മെറ്റീരിയൽസ്, ലൈവ് ക്ലാസ്സുകൾ, വീക്ക്ലി റിവിഷൻസ്, കറണ്ട് അഫയേഴ്സ് ഉണ്ടാവും. then SCERT NCERT കണ്ടൻസ്, ഇതിൻ്റെ എല്ലാം PDF-ഉം കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആവണം. മോക്ക് ടെസ്റ്റ്, മോഡൽ പരീക്ഷ, PYQ ഡിസ്കഷൻസ്, പേഴ്സണൽ മെൻറ്റേഴ്സ്, ഫോളോ അപ്പ്, ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ? അവിടെ HSA എന്ന ഒരു കോഴ്സ്, നിങ്ങൾ ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതവിടെ പരിപൂർണ്ണമാവുള്ളൂ. കൂടാതെ നിങ്ങളുടെ എഫേർട്ടും, ആരും കട്ട് ഓഫിനകത്ത് കിട്ടാൻ വേണ്ടിയിട്ട് പഠിക്കണ്ട, സപ്ലിയിൽ കിട്ടാൻ വേണ്ടി ഈ ഒരു കോഴ്സിലേക്ക് ഇറങ്ങിത്തിരിക്കണ്ട. നിങ്ങളുടെ എഫേർട്ടും നമ്മൾ തരുന്ന ഈ കാര്യങ്ങൾ കണ്ടൻസും പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സിലേക്ക് 100% ജോയിൻ ചെയ്യാം. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉറപ്പ് തന്നെയാണ്. ഏറ്റവും ചെറിയ ഫീസിലാണ്. കാരണം നിങ്ങൾക്ക് സാധാരണക്കാർക്കും പേയ്മെൻറ്റ് ചെയ്ത് പഠിക്കാൻ എല്ലാവർക്കും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ സാധാരണക്കാർക്കും പേയ്മെൻറ്റ് ചെയ്ത് പഠിക്കാനുള്ള ഇത്രയും കാര്യങ്ങൾ ഈ ഫാക്കൾട്ടീസിന് പേയ്മെൻറ്റ് നമുക്ക് കൊടുക്കാനൊക്കെ ഇല്ലേ? അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമേ നിങ്ങളുടെ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും എത്രയും എമൗണ്ട് ആണോ എന്നല്ല, ചെറിയ ഫീസ് തന്നെയാണ്. നിങ്ങൾക്ക് എയിം സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഫീസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതിയാണ് ബാച്ച്. തിങ്കളാഴ്ച 6ാമത്തെ ബാച്ചാണ് ആരംഭിക്കുന്നത്. കേരളത്തിൻ്റെ പ്രഗത്ഭരായ അധ്യാപകരാണ് കോഴ്സുകളെല്ലാം തന്നെ നയിക്കുന്നത്. റിസൾട്ടുകൾ നോക്കിയേ. HSAയിൽ ഇംഗ്ലീഷിൽ 6ാം റാങ്ക് കിട്ടിയ കുര്യാച്ചനും, UPSCയിൽ 4ാം റാങ്ക് അല്ല ടീച്ചർ, പിന്നെ HSAയിലെ 3ാം റാങ്ക്, പിന്നെ 7ാം റാങ്ക്, 11ാം റാങ്ക്, 21, 19, ഇതൊക്കെ എന്താണ്? എയിം സ്റ്റഡിലെ ഓരോ മൈൽ സ്റ്റോൺ തന്നെയാണ് അല്ലേ? അതുപോലെ അടുത്ത ഫോട്ടോസും നിങ്ങളായി തീരണം. നമുക്ക് റിസൾട്ടുകളുള്ള സ്ഥാപനങ്ങളെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ചൂസ് ചെയ്യേണ്ടത്. പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലി എന്ത് ചെയ്യുക? എത്തിക്കുക. അതിന് എന്നും എയിം സ്റ്റഡി സെൻറ്റർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അത് ഞാൻ തരുന്ന ഉറപ്പ് തന്നെയാണ്. അപ്പോൾ പുതിയ നമ്മുടെ കോഴ്സ്, നമ്മുടെ ബാച്ച് ഈ വരുന്ന ഫെബ്രുവരി 3-ാം തീയതി ആരംഭിക്കുകയാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? നമ്മുടെ എയിം സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക, എന്നെ വിളിക്കുക. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എൻ്റെ പേര് പ്രസീന. അറിയാത്തവർ കുറച്ച് പേര് ഉണ്ടാവും, കുറച്ചെങ്കിലും പേർക്ക് എന്നെ അറിയാമായിരിക്കും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് HSA വരെ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലും ഒക്കെ ക്ലാസ് ഉണ്ടാവും. എന്ത് ഡൗട്ടും ഏത് സമയത്തും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പറെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ തരുന്നുണ്ട്. അപ്പം മറക്കല്ലേ, നിങ്ങളുടെ സ്വപ്ന ജോലി, നിങ്ങളുടെ ഭാവി മാത്രം ആലോചിച്ചാൽ മതി. ഗവൺമെൻറ് ടാഗ്, ഗവൺമെൻറ് ജോലി, നിങ്ങൾ ആ സർക്കാർ ജോലിയിലേക്ക്, ആ സ്വപ്ന ജോലിയിലേക്ക് എത്തുന്ന ആ ഒരു മോട്ടിവേഷൻ മാത്രം ചിന്തിച്ചാൽ മതി. ഈ കുറേ വർഷത്തിന് ശേഷമുള്ള ആ ഒരു പരീക്ഷ മാത്രം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്താൽ മതി. നിങ്ങൾ എത്തിയിരിക്കും. നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ സ്വപ്നം, അതിലേക്ക് എത്താനുള്ള ഏക വഴിയാണ് എയിം സ്റ്റഡി സെൻറ്റർ എന്ന് മാത്രം ആലോചിച്ചാൽ മതി. പ്രഗത്ഭരായ അധ്യാപകരും ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നന്ദി, നമസ്കാരം.